പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവം സാമർത്ഥ്യം നിറഞ്ഞ നാമത്തിൽ ഇന്നത്തെ യേശുവിന്റെ സമൃദ്ധിയിലെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ജീസസ് കിച്ചൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് തരാനുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ആദ്യം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, ഫാമിലികൾ, ജീസസ് കിച്ചന് നോർത്ത് ഇന്ത്യയിൽ 2020 ഏപ്രിൽ മാസം മുതൽ, കൊറോണയുടെ സമയത്ത് മുതൽ കർത്താവ് പറഞ്ഞ്, കർത്താവ് അനുഗ്രഹിച്ച്, കർത്താവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ജീസസ് കിച്ചന്. ഞാൻ ജീസസ് കിച്ചന് വേണ്ടി ഞങ്ങളിത് തുടങ്ങിയ സമയത്ത് കർത്താവ് ഒരു പ്രോമിസ് വേഴ്സ് തന്നിരുന്നു. അതൊന്ന് ഹിന്ദിയിൽ വായിക്കാം, എന്നിട്ട് ഞാനൊന്ന് മലയാളത്തിലൊന്ന് പറയാം അതിനെക്കുറിച്ച്. ശ്രദ്ധിക്കുക, കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കാം ഈ വചനങ്ങളിൽ കൂടെ. लूक 14:12 तब उसने अपने नेवता देने वालों से भी कहा, जब तू दिन का या रात का भोज करे तो अपने मित्रों या भाइयों या कुटुंबियों या धनवान पड़ोसियों को न बुला, कहीं ऐसा न हो कि वह भी तुझे नेवता दे और तेरा बदला हो जाए। परंतु जब तू भोज करे तो कंगालों, टुंडों, लंगड़ों और अंधों को बुला, तब तू धन्य होगा, क्योंकि उनके पास तुझे बदला देने को कुछ नहीं, परंतु तुझे धर्मियों के जी उठने पर इसका प्रतिफल मिलेगा। കർത്താവ് 14, ലൂക്ക് 14:12 പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊരു പാർട്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ, അയൽക്കാരെയൊക്കെ വിളിച്ചാൽ അവരും നിങ്ങൾക്ക് തിരിച്ചു തരും, അവരെ ഏതെങ്കിലും ഒരു പാർട്ടി കല്യാണ സമയത്ത്. പക്ഷേ നമ്മൾ ഒരു ഹാൻഡിക്യാപ്ഡ്, അല്ലെങ്കിൽ നമുക്കറിയത്തില്ല, പാവപ്പെട്ടവർ, അവർക്ക് നമുക്ക് തിരിച്ചു തരാനായി ഒന്നുമില്ല. പക്ഷേ കർത്താവ്, നമ്മൾ രഹസ്യമായി ചെയ്യുന്നത് കർത്താവ് നമുക്ക് പരസ്യമായി ഇനി വരുന്ന ദിവസങ്ങളിൽ അനുഗ്രഹങ്ങൾ തരും. ജീസസ് കിച്ചണിൽ നമ്മൾ ഹോസ്പിറ്റലുകളിൽ, ഇപ്പം വാക്സിൻ അങ്ങനെയുള്ള പല ഹോസ്പിറ്റലുകളിൽ ഇത്ര തിരക്കാണ്. ഹോസ്പിറ്റലുകളിൽ കുഞ്ഞുങ്ങൾക്ക്, ഈ സ്ലമ്മിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അങ്ങനെ പല പല ഏരിയകളിൽ പോയാണ് ജീസസ് കിച്ചന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അത് ഞാനും നിങ്ങളും, നമ്മളെപ്പോലുള്ളവരൊക്കെ ഒരുമിച്ച് നിന്ന് ഓരോ ദിവസത്തെ, ചിലർ ഒരു ദിവസത്തേക്കുള്ള സ്പോൺസർഷിപ്പ്, ചിലർ 5 ദിവസത്തേക്കുള്ള സ്പോൺസർഷിപ്പ്, അങ്ങനെ ചെയ്യുന്നത് കാരണം കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ജീസസ് കിച്ചൻ്റെ, നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾറെഡി അറിയാം, ചർച്ച് ഒരു പുതിയ ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റായി. ഞങ്ങളുടെ ജീസസ് കിച്ചൻ്റെ ആദ്യത്തെ യൂണിറ്റ് ഇപ്പോഴും അവിടെ തന്നെ ഓപ്പറേഷനിലായി. പക്ഷേ ഇവിടെ രണ്ടാമത് വേറൊരു യൂണിറ്റ് കൂടെ, ചർച്ചിലും നമ്മൾ എല്ലാ ഞായറാഴ്ച ഉച്ച ദിവസങ്ങളിൽ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ ആഹാരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും പുതിയൊരു യൂണിറ്റ് ഇട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഇവിടുന്ന് കുക്ക് ചെയ്യുന്നു, ചില ദിവസങ്ങളിൽ അവിടുന്ന് കുക്ക് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ സാമ്പത്തികം അനുവദിച്ചാൽ അതിനുള്ള റിസോഴ്സസ്, മറ്റുള്ള ലോജിസ്റ്റിക്സ്, കുക്കിംഗ് ടീം, അവരെല്ലാം ഇവിടത്തേക്കും വേണ്ടി തയ്യാറായാൽ അവിടെയും ഇവിടെയും, അവിടെ ഒരു 250-നടുത്തും ഇവിടെ ഒരു 250-നടുത്തും, അപ്പോൾ 500-ലേക്ക് നമുക്ക് കൊണ്ടുപോകാം വരുന്ന ദിവസങ്ങൾ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാം. നോർത്ത് ഇന്ത്യ കർത്താവിൻ്റെ ദൈവ സ്നേഹം അറിയട്ടെ. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ബർത്ത്ഡേയുടെ ദിവസങ്ങളിൽ, മറ്റുള്ള വിശേഷ ദിവസങ്ങളിൽ, മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ദശാംശം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ, നിങ്ങളുടെ ചർച്ചകളിൽ കൊടുക്കുന്നതിന്, നിങ്ങൾ കമ്മിറ്റ്മെന്റ് ചെയ്തിരിക്കുന്നിടത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ജീസസ് കിച്ചന് വേണ്ടിയിട്ട് ഒരു പെർസെൻറ്റേജ്, ഒരു പോർഷൻ മാറ്റി വെക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം ജീസസ് കിച്ചൻ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ കാരണമാണ്. പക്ഷേ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് നീ മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് കാരണമാണ്, പക്ഷേ ഇത് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി, നിങ്ങളുടെ ടീമിനെ അനുഗ്രഹിക്കാൻ വേണ്ടി, ഇതിൽ വിതയ്ക്കുന്നവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാനാണ്. നിങ്ങൾക്ക് ഞാൻ ഇനിയും അനുഗ്രഹം തരാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ കമ്പാഷനേറ്റ്ലി, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ, കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം നമ്മൾ മറ്റുള്ള ജന്തുജാലങ്ങളോട്, മറ്റുള്ള മനുഷ്യരോട്, മറ്റുള്ള കഴിവില്ലാത്തവരോട് നമ്മൾ കാണിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ ആരോടെങ്കിലും ദയ കാണിച്ചാൽ മറ്റുള്ള ആരെങ്കിലും നമ്മളോട് ദയ കാണിക്കും. കർത്താവ് അവരുടെ മനസ്സിലോട് പറയും. നമുക്കെല്ലാം ദയയുടെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഓഫീസിൽ ചിലപ്പോൾ നിങ്ങളുടെ അധികാരികളുടെയോ, നിങ്ങൾ കേസിലോ, അങ്ങനെയുള്ള മറ്റുള്ള, നമുക്കെല്ലാം ദയയുടെ ആവശ്യമുണ്ട്. ഈ സമയത്ത് എൻ്റെ വിശ്വാസമാണ് കർത്താവ് നിങ്ങളോട് ദയ കാണിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. കർത്താവ് തമ്പുരാനും ദൈവമായ യേശുവേ, ഇന്നു മുതൽ, ഈ സമയം മുതൽ ജീസസ് കിച്ചണിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ദൈവമക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം സാമർത്ഥ്യ അനുഗ്രഹവും ഇവരുടെ കുടുംബങ്ങളിൽ നിൽക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബൈ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവം സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് സ്വാഗതം. यीशु के प्रेम भरे नाम से, दया भरे नाम से, उसके प्रेम भरे नाम से आज के यीशु में समृद्धि के एपिसोड में मैं आप सबका स्वागत करना चाहता हूँ. എൻ്റെ പേര് ഹരീഷ്, ഇത് രതി. ഞങ്ങൾ രണ്ടും യേശു കർത്താവിൻ്റെ സുവിശേഷ വേല ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിൽ ചെയ്യുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന്, ടീമിന്, മിനിസ്ട്രിക്ക്, ചർച്ചിൻ്റെ ആക്ടിവിറ്റീസിന്, കർത്താവിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കണം. ഞങ്ങളെയും കുടുംബത്തിനെയും പേഴ്സണൽ പ്രാർത്ഥനയിൽ ഓർത്ത് വെക്കണം. इनका नाम हरीश है, मेरा नाम रति है. हम दोनों मिलके फरीदाबाद में, जो दिल्ली के बहुत ही नज़दीक है, वहाँ पे सेवकाई करते हैं. तो मैं आपसे अनुरोध करता हूँ कि मेरे लिए, मेरे परिवार के लिए, कलीसिया के लिए, अलग अलग सेवकाई के लिए आप लोग प्रार्थना करते रहिएगा. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 7:30 ഹാർവെസ്റ്റ് TV-യിൽ കൂടി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതായിരിക്കും, പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതായിരിക്കും.
और हर बुधवार को सुबह 8:30 बजे और हर बृहस्पतिवार को सुबह 7:30 बजे हार्वेस्ट टीवी के द्वारा यीशु में समृद्धि टेलीकास्ट किया जाता है। तो प्रार्थना मिलके हम प्रार्थना करेंगे। കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ആത്മാവിന്റെ ഫലത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് മുന്നോട്ട് പഠിക്കാൻ പോകുന്നു. और पिछले कुछ एपिसोड में से हमने सीखा परमेश्वर के वचन के द्वारा आत्मा के फलों के बारे में। आज हम उसी फल में से अगले फल में हम सीखेंगे। അതിനിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബൈബിളും നോട്ട് ബുക്കും എടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ എപ്പം കർത്താവിൻ്റെ സുവിശേഷത്തിൽ നിന്ന് കർത്താവിൻ്റെ വചനത്തിൽ പഠിക്കാനിരിക്കുന്നു, എപ്പോഴെങ്കിലും നിങ്ങൾ എപ്പോഴും ഇരിക്കുന്ന സമയത്ത് ബൈബിളും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള നോട്ട് ബുക്കും നിങ്ങളുടെ കയ്യിൽ കാണണം, പേനയും കാണണം. കാരണം പലതും കർത്താവ് സംസാരിക്കും. ഈ ബൈബിൾ തന്നെ നമുക്ക് എഴുതി തന്നിരിക്കുകയാണ് കർത്താവ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അറിഞ്ഞിരുന്നു? അപ്പം നിങ്ങളോട് കർത്താവ് പറയാനുള്ള ചിലപ്പോൾ പറയും, ആ സമയത്ത് എഴുതി വെക്കുക. അതിനുള്ള ഈ വചനത്തിൽ കൂടെ നിങ്ങളോട് സംസാരിക്കും. അതുകൊണ്ട് എഴുതി വെക്കുക. അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതായിരിക്കും. और जब भी आप वचन में से सीखने के लिए बैठेंगे तो अपने बाइबल को, अपने एक छोटा सा नोटबुक आप ले लीजिएगा और एक पेन लेके बैठिएगा, क्योंकि परमेश्वर के वचन के द्वारा आज आप बहुत कुछ चीज़ सीख सकते हैं। और जब परमेश्वर आपको वचनों के द्वारा सिखाएगा तो उसको आप अपने नोटबुक में लिख सकते हैं और उसके बाद आप दोबारा उसको सीख सकते हैं, क्योंकि परमेश्वर का जो वचन है वो भी हमें लिखित रूप में दिया गया है। इसीलिए जब हम वचन सीखते हैं, सीखने के लिए बैठते हैं, तो एक नोटबुक के साथ, एक पेन के साथ, अपने बाइबल के साथ हम बैठेंगे। ഹല്ലേലൂയ. ഗലാത്യർ 5:22-23 പഠിക്കാം. ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22-23. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. गलातियों 5:22 हम पढ़ेंगे। पर आत्मा का फल प्रेम, आनंद, शांति, धीरज, कृपा, भलाई, विश्वास, नम्रता और संयम है। ऐसे ऐसे कामों के विरुद्ध में कोई भी व्यवस्था नहीं। നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ലവ്, അതായത് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. നിങ്ങൾ അത് മിസ്സായിട്ടെന്നുണ്ടെങ്കിൽ ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പോവുക. ആ മലയാളം ഹിന്ദി ട്രാൻസ്ലേഷൻ്റെ TV എപ്പിസോഡ് ഓൾറെഡി അവൈലബിൾ ആണ്. और पिछले एपिसोड में हमने प्रेम के बारे में सीखा था। अगर आपने पिछला एपिसोड मिस किया हो तो आप YouTube में जाइएगा, टेम्पल ऑफ द मोस्ट हाई गॉड चर्च आप टाइप करना, और जो पिछला एपिसोड है और हिंदी मलयालम में जो ट्रांसलेटेड है प्रेम के बारे में है, वो वहाँ जाके आप दोबारा सुन सकते हैं उसको। നമ്മൾ ആത്മാവിന്റെ ഫലം എന്ന് വെച്ചാൽ യേശു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അത് ഒത്തിരി ഒത്തിരി ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കും നമ്മുടെ ലൈഫിൽ. और आत्मा का फल जो हम सीख रहे हैं, जब हम सेवकाई में जाते हैं, जब हम परमेश्वर के और नज़दीक जाते हैं, तो ये फलों को हम उत्पन्न करते हैं। നമ്മുടെ ഒരു മാവില് മാങ്ങ ഉണ്ടാകുന്നത് പോലെ, ഒരു ആപ്പിൾ ട്രീയിൽ ആപ്പിൾ ഉണ്ടാകുന്നത് പോലെ നമ്മൾ യേശു കർത്താവിൻ്റെ മക്കളാണ്. നമ്മളിൽ റിയലി കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. और जिस प्रकार एक आम के पेड़ में आम निकलता है, एक सेब के पेड़ में सेब निकलता है, उसी प्रकार जब हम यीशु मसीह के बच्चे हो जाते हैं, यीशु मसीह के साथ चलते हैं, उसके प्रेम में हम चलते हैं, तो ये फल हमारे जीवन में उत्पन्न होते हैं। നിങ്ങളുടെ ലൈഫിൽ സ്നേഹമില്ല, കുടുംബക്കാരോട് സ്നേഹമില്ല, മറ്റുള്ളവരോട് സ്നേഹമില്ല, മനുഷ്യജാതിയോട് സ്നേഹമില്ല. സ്നേഹം എന്ന് പറയുന്നത് ഒരു പെണ്ണും ചെറുക്കനും ചോക്ലേറ്റ് കൊടുത്ത് സ്നേഹിക്കുന്ന ആ പ്രേമത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. റിയൽ സ്നേഹം കർത്താവിൻ്റെ നിങ്ങളുടെ ലൈഫിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കണം, കർത്താവിൻ്റെ മകനും മകളുമായോ, കർത്താവ് പറയുന്ന രീതിയിലാണോ നിങ്ങൾ നടക്കുന്നത്? അതുകൊണ്ട് സ്വന്തം ലൈഫ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. और अगर आपके जीवन में आत्मा का फल प्रेम नहीं है तो अपने आप को एक बार फिर जांच लीजिएगा। प्रेम मतलब आप अपने परिवार वालों से प्रेम करते हैं, आपके अड़ोस पड़ोसियों से आप प्रेम करते हैं। प्रेम का मतलब ये नहीं है कि एक लड़का लड़की ने चॉकलेट खरीद के दे दिया या आपने किसी को चॉकलेट खरीद के दी है, वो नहीं है प्रेम का मतलब। प्रेम सच में आपके अंदर से निकलना चाहिए और आज की दिन आपको जांच लेना चाहिए कि क्या मेरे जीवन में आत्मा का फल प्रेम है या नहीं। ഒരു ദിവസം കൊണ്ട് ഈ ഫലങ്ങളൊന്നും ഉൽപ്പാദിക്കപ്പെടത്തില്ലെന്ന് എനിക്കും അറിയാം. കാരണം ഒരു മാവിൻ്റെ ഒരു തൈ വച്ചാൽ ഉടനെ അത് മാങ്ങ തരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മളിൽ ഓവർനൈറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പലതും ഉൽപ്പാദിപ്പിക്കപ്പെടത്തില്ല. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും ഗ്രേറ്റർ ലെവലിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളെല്ലാം ഗ്രേറ്റർ മെഷറിൽ നമ്മുടെ ലൈഫിൽ വരുന്നത് വളരെ ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പഠിക്കണം. ഇതിന് ഈ ഫലത്തിനെ വേണമെന്ന് പ്രാർത്ഥിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അത് നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കാൻ പോവാം.
और मैं भी जानता हूं कि ये जो आत्मा के फल है ये एक दिन में आपके जीवन में उत्पन्न नहीं होता। जिस प्रकार अगर हमने कोई पौधा लगा दिया है तो बहुत साल लगते हैं उस पौधे को पेड़ बनने में, उसी प्रकार अगर आत्मा का फल, ये जो आत्मा के फलों के बारे में हमने आज पढ़ा, अगर आपके जीवन में नहीं है तो उसके विषय में आप पढ़िए, सीखिए और प्रार्थना कीजिए कि परमेश्वर मुझे भी आत्मा के फल अपने जीवन में दीजिए, तो परमेश्वर आपके जीवन में देगा। നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പഠിച്ചു. രണ്ടാമത്തെ സന്തോഷം, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ജോയ് എന്നാണ്. और हमने प्रेम के बारे में सीखा, और जो दूसरा आत्मा का फल है वो है आनंद। അത് കറക്റ്റ് മലയാളത്തിൽ സന്തോഷം എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷെ അതിനെ കറക്റ്റ് അതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആനന്ദം, ജോയ്. കാരണം ജോയ്, ഹാപ്പിനെസ്, ഇത് രണ്ടും രണ്ട് പദങ്ങളാണ്. അതിന്റെ രണ്ടിന്റെയും അർത്ഥം വ്യത്യാസമാണ്. അപ്പൊ കർത്താവ് പറയുന്ന ഈ ആനന്ദത്തെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. और जो मलयालम बाइबल में लिखा है वो उसके विषय में लिखा है खुशी, परंतु खुशी नहीं, जो परमेश्वर हमें आनंद देता है। आनंद और खुशी में बहुत फर्क है। സോ ഞാൻ ആനന്ദം എന്നുള്ള പദമായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. और आज के दिन जब मैं बोलूंगा तो मैं आनंद के बारे में बोलूंगा और आनंद शब्द इस्तेमाल करूंगा। കർത്താവിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആനന്ദം ഉൽപ്പാദിപ്പിക്കപ്പെടും. നിങ്ങൾക്കറിയാം ബൈബിളിൽ 200 പ്രാവശ്യത്തിന് മേളില് ജോയ് അല്ലെങ്കിൽ ആനന്ദം എന്നുള്ള പദം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. और जब परमेश्वर का आत्मा हमारे अंदर होता है तो हम भी आनंदित हो जाते हैं। और क्या आप जानते हैं कि बाइबल में 200 अधिक से ज्यादा इस शब्द का इस्तेमाल किया है, आनंद। ഒരാൾ കള്ള് കുടിക്കുന്ന സമയത്ത് ഒരു മൊമെന്ററി 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറത്തേക്ക് അവർക്ക് എന്തോ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് പോകും. ആ ഉന്മാദ അവസ്ഥയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. और जब कोई व्यक्ति शराब पी लेता है तो आधा 1 घंटा वो ऐसी परिस्थिति में, एक ऐसे परिस्थिति में चला जाता है, उसको लगता है मैं बहुत खुश हूं, पर मैं उस खुशी के बारे में नहीं बात कर रहा आज के दिन। നമ്മൾ ഏതെങ്കിലും ഒരു മൂവി ഇരുന്ന് കണ്ട് ആ മൂവി കണ്ടു കഴിയുന്ന സമയത്ത് ഒരു ഫീൽ ഗുഡ്, നമുക്ക് നല്ലൊരു ഫാമിലി മൂവി അല്ലെങ്കിൽ നല്ലൊരു കോമഡി മൂവി കണ്ട് ഒരു ഫീൽ ഗുഡ് ഇതുണ്ടാവും. കുറച്ച് നേരത്തേക്ക്, അരമണിക്കൂറത്തേക്ക് നമ്മളിൽ ആ ഒരു ആനന്ദം ഉണ്ടാകും. നമ്മളൊരു മൂവി കണ്ടു കഴിയുമ്പം നമ്മൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ടൂർ പോയി, നമ്മൾ ഗോവയിലോട്ട് പോയി, ഊട്ടിയിലോട്ട് പോയി, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹിമാലയത്തിലോട്ട് പോയി, ആ സമയത്ത് നമുക്ക് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ 1-2-3 ദിവസത്തേക്ക് നമുക്കൊരു ഫീൽ ഗുഡ് ഉണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരികയെന്ന് കഴിയുമ്പോൾ ആ അന്നേരത്തെ സമയത്തുണ്ടായ ആ ഹാപ്പിനെസ് അത് പോയി കഴിഞ്ഞ് നമ്മുടെ അവസ്ഥ നോർമൽ ആയി കഴിഞ്ഞിരിക്കും. അതിനെക്കുറിച്ചുമല്ല ഞാൻ ഇന്നത്തെ ദിവസം പറയാൻ പോകുന്നത്. जब कोई व्यक्ति मूवी देख लेता है, एक पिक्चर देख लेता है, तो उसके बाद उसके अंदर एक फील गुड का एक एटीट्यूड आ जाता है, अरे मैंने मूवी देख लिया, मुझे बहुत अच्छा लग रहा है। या जैसे कोई घूमने जाता है, जब हम फैमिली ट्रिप पे जाते हैं, गोवा चले गए, ऊटी चले गए, कोई हिमालय पे चला गया और वहाँ से जब लौट के आता है तो उसको बहुत ही खुशी महसूस होता है, उसको लगता है कि मेरे जीवन में बहुत खुशी है। परंतु उस खुशी के बारे में मैं आज बात नहीं कर रहा हूँ, वो आनंद के बारे में बात नहीं कर रहा हूँ, क्योंकि वो खुशी जो है कुछ टाइम के बाद खत्म हो जाएगी। ഈ ആനന്ദം എന്ന് പറയുന്നത് ജോയ് നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവ് വരുന്ന സമയത്ത് കർത്താവിന് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, യേശുവിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അത് നമുക്ക് എന്തൊക്കെ ചെയ്താലും എക്സ്പ്ലെയിൻ ചെയ്താലും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. और जो आनंद के बारे में मैं आपको बता रहा हूँ, वो जो आनंद है, जो पवित्र आत्मा हमारे अंदर होता है, जब हम यीशु को अपने उद्धारकर्ता के रूप में जान लेते हैं, उसके पीछे चलने का निर्णय लेते हैं, तो ये आनंद जो है वो यीशु मसीह हमें देता है। ഒരു കുടിലിൽ താമസിക്കുന്ന, ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന, പക്ഷെ യേശുവിനെ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ മുഖത്ത്, അയാളുടെ ശരീരത്ത്, അല്ലെങ്കിൽ ആ പെങ്ങളുടെ മുഖത്ത്, അവരുടെ ശരീരത്തിൽ ആനന്ദമുണ്ടായിരിക്കും, അവരുടെ വർത്തമാനത്തിൽ ആനന്ദമുണ്ടായിരിക്കും, അവർ മറ്റുള്ളവരോട് ഇടപെടുന്ന സമയത്ത് ആനന്ദമുണ്ടായിരിക്കും, അവരുടെ മനസ്സിൽ ആനന്ദമുണ്ടായിരിക്കും. और हो सकता है कोई व्यक्ति जो झोपड़ी में रहता है, परंतु उसने अगर यीशु मसीह को अपने उद्धारकर्ता परमेश्वर के रूप में स्वीकार कर लिया, तो परमेश्वर आनंद को उसके जीवन में देता है। वो आनंद पैसे रुपयों से नहीं खरीदा जाता, परंतु परमेश्वर वो आनंद प्रदान करता है। നിങ്ങൾ ചിലപ്പം വലിയ വീട്, ഇപ്പം 3 നില കെട്ടിടത്തിൽ ഇരുന്നായിരിക്കും താമസിക്കും, നിങ്ങളുടെ കൂടെ എല്ലാവരും കാണുമായിരിക്കും, പക്ഷെ എന്നാലും ഒത്തിരി നിങ്ങൾ കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് കാണും, ഒരു ദിവസം നിങ്ങളുടെ ലക്ഷക്കണക്കിന് ഇൻകം ആയിരിക്കും, നിങ്ങൾക്ക് ശരീരത്തിലും അസുഖങ്ങളും ഒന്നുമില്ലായിരിക്കും, വീട്ടിലും അങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് വിചാരിക്കും എന്നാലും എൻ്റെ ലൈഫിൽ എന്തോ ഒരു കുറവുണ്ട്, എനിക്ക് എന്തോ ഒരു ഫുൾനെസ് ഇല്ല. അത് ആനന്ദം കുറവായ കാരണമാണ്. കാരണം അത് കർത്താവ് യേശുവിൻ്റെ ആനന്ദം നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കംപ്ലീറ്റ്നെസ് ലൈഫിൽ ഇതുവരെ ഫീൽ ചെയ്യാൻ പറ്റാത്തത്. हो सकता है आप 3 मंजिल के घर में रहते होंगे, आपके बैंक में करोड़ों रुपए होंगे, आपका परिवार आपके साथ होगा, आपके जीवन में ऐसी कोई परिस्थिति, गलत परिस्थिति नहीं है, आपके जीवन में बीमारी नहीं है, कोई भी प्रॉब्लम नहीं है, परंतु फिर भी आपको लगता है
कि मेरा जीवन पूरा नहीं है, कुछ अधूरापन आपको लग रहा होगा, वो इसलिए लग रहा है क्योंकि परमेश्वर का आनंद आपके जीवन में नहीं है. നമ്മൾ ഈ പാൻഡമിക് സമയത്ത്, ഈ കൊറോണയുടെ സമയത്തും ഈ സമയങ്ങളിൽ പലരും അവരുടെ ആനന്ദം, സന്തോഷം ജീവിതത്തിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. പക്ഷേ ഈ സമയത്ത് ദൈവമക്കളായ ഞാനും നിങ്ങളും കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളത് കാരണം നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവിൻ്റെ സ്പിരിറ്റ് നമ്മളിലുള്ളതുകൊണ്ട് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. और जब महामारी के टाइम में भी हमने देखा कि बहुत सारे लोगों के जीवन में जो आनंद है वो है नहीं, परंतु अगर आप परमेश्वर के पीछे चलते हैं, अगर आपका भरोसा उस पे है, तो परमेश्वर का जो आनंद है आपके जीवन में सदा बना रहेगा. ഞാൻ നിങ്ങളോട് നിന്ന് സംസാരിക്കുന്നു, ചിരിച്ചോണ്ട് ഇന്ന് സംസാരിക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര എല്ലാം ഓക്കെ ആയിരിക്കും, നോർമൽ ആയിരിക്കും ഇങ്ങനെ ഈ പാസ്റ്ററിന്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. और जैसे मैं खड़े होकर प्रचार कर रहा हूँ, आपको लग रहा होगा अरे पासवान तो बहुत ही खुशी के साथ, आनंद के साथ बोल रहा है, उनके जीवन में बहुत कुछ, सब कुछ ठीक है, इसीलिए वो इतने खुश हैं. ഞങ്ങളുടെ ഇപ്പം ഈ ചർച്ച്, പുതിയ ചർച്ചിൽ നിന്നാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമ്മളെ സ്റ്റുഡിയോയുടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നത് അത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യുന്നു. പക്ഷെ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഈ ചർച്ചിൽ, ഞങ്ങളിരിക്കുന്ന ചർച്ചിൽ നല്ല ചൂടാണ്. കാരണം ഇത് ടിൻ ഷെഡിൻ്റെ അടിയിൽ നിന്നാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ സമയത്ത്, വളരെ രാവിലെ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ പകലായി കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ചർച്ചിൻ്റെ നിർമ്മാണം കഴിഞ്ഞു, 7 ലക്ഷത്തിന് മേളിൽ ഓൾറെഡി ചിലവായി. 3 ലക്ഷം രൂപയുടെ ബില്ല് നമുക്ക് ഓൾറെഡി കൊടുക്കാനുണ്ട്. അവർക്ക് 1-2 മാസത്തിനുള്ളിൽ കുറച്ച് സാവകാശത്തിനുള്ളിൽ കൊടുക്കണം. അത് കൊടുക്കാനുള്ള ഫൈനാൻസ് എവിടുന്ന് വരുമെന്ന് എനിക്ക് ഇന്നത്തെ ഈ സമയത്തും അറിയത്തില്ല. പക്ഷേ എന്നിലൊരു ആനന്ദമുണ്ട്. എന്നോട് കർത്താവ് ഇതുവരെ നടത്തി, നമ്മൾ ചർച്ചിൻ്റെ പ്രൊജക്റ്റ് തുടങ്ങിയ സമയത്ത് നമ്മുടെ കയ്യിൽ 50,000, 60,000, 1 ലക്ഷം രൂപയ്ക്ക് അടുത്തേ ഉള്ളായിരുന്നു. പക്ഷേ കർത്താവ് ബാക്കി 6 ലക്ഷം രൂപയും കൂടെ അറേഞ്ച് ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ മേടിക്കാനുണ്ട്. അത് പക്ഷേ നമുക്ക് 1-2 മാസം സാവകാശമുണ്ട് കൊടുക്കാൻ. അപ്പം എനിക്കറിയാം ആനന്ദമുണ്ട് എന്നിലുള്ളിൽ. കർത്താവ് അത്രയും തന്ന കർത്താവ്, 7 ലക്ഷം രൂപ തന്ന കർത്താവ് ബാക്കി 3 കൂടെ തരാൻ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും വരുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം വഴികളെ ഒരുക്കും. ഞാനിരുന്ന് രാവിലെ ടെൻഷനോ ഡിപ്രഷനോ അല്ലെ ഉറക്കമില്ലായ്മയോ അങ്ങനെ എനിക്കൊന്നുമില്ല. കാരണം അതെൻ്റെ വിശ്വാസമാണ്. എന്നെ ചെറിയ കാര്യങ്ങളിൽ കൂടെ നടത്തിയ കർത്താവ്. ഞങ്ങൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ മൈക്ക് ഒരു അഹൂജയുടെ മൈക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇത്രയും വലിയ വിലയുള്ള മൈക്ക് തന്ന കർത്താവ് പല കാര്യങ്ങൾ ചെയ്ത കർത്താവ് നടത്തും. കാരണം അതെനിക്ക് കർത്താവിലുള്ള ഉറപ്പിൻ്റെ മേലുള്ള ഒരു ഷുവർട്ടിയിൽ തന്നെ ഒരു ആനന്ദമാണ്. സോ അത് നിങ്ങൾക്കും വരാം. നിങ്ങളുടെ സിറ്റുവേഷനും ലൈഫിൽ ഡിഫറെൻ്റ് ആയിരിക്കാം, മക്കളുടെ സിറ്റുവേഷൻ അങ്ങനെ പലതുമായിരിക്കാം. സോ കർത്താവിൽ വിശ്വാസമുണ്ടെങ്കിൽ ആനന്ദം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആനന്ദം, ആ ജോയ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. और जैसे इस टाइम हम खड़े होकर रिकॉर्ड कर रहे हैं, और हम कलीसिया, जो नए कलीसिया के अंदर हम रिकॉर्ड कर रहे हैं, और हम कोई स्टूडियो के अंदर नहीं है, कलीसिया के अंदर है. और जो कलीसिया है उसके ऊपर हमारा टिन शेड लगा है. जैसे आप जानते हैं कि हम नई जगह में शिफ्ट हो गए हैं और बहुत सारी चीज़ें अभी और हमें करना है. 7 लाख का बिल हमारा आ चुका है और उसमें से हमें 3 लाख अभी और देना है, क्योंकि बहुत सारे काम हमें और करने हैं. और 3 लाख का बिल अभी भी हमारा ड्यू है. परंतु फिर भी मेरे जीवन में, मेरे दिल में, हृदय में एक आनंद है, क्योंकि परमेश्वर ने वो आनंद मुझे दिया. मैं टेंशन के साथ घर में नहीं बैठा या मेरे रातों की नींद गायब नहीं हो गई, परंतु मैं जानता हूँ जो परमेश्वर अब तक मुझे यहाँ लेके आया वो 3 लाख और देने में मेरे को सहायता करेगा, और उससे कहीं ज़्यादा परमेश्वर मुझे प्रोवाइड करेगा. और मैं जानता हूँ क्योंकि परमेश्वर का आनंद मेरे जीवन में है. जो अभी इस टाइम हम जब माइक यूज़ कर रहे हैं वो बहुत ही कीमती है. परंतु जब हमने कलीसिया शुरू किया था उस टाइम हमारे पास अहूजा का एक छोटा सा माइक था, उससे हम करते थे. और मेरे को विश्वास, भरोसा परमेश्वर पे है कि परमेश्वर जो अब तक हमें यहाँ लेके आया, परमेश्वर आगे भी हमें लेके जाएगा. ആമേൻ. आमीन. സങ്കീർത്തനങ്ങൾ 30:5 അതിൽ നിന്നുള്ള ബുക്ക് ഓഫ് സാംസ്, ബുക്ക് ഓഫ് സാംസ് 35, സങ്കീർത്തനങ്ങൾ 30:5 അതിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. और भजन संहिता 30:5 में ऐसे लिखा है, क्योंकि उसका क्रोध तो क्षण भर का होता है, परंतु उसकी प्रसन्नता जीवन भर की होती है. कदाचित रात को रोना पड़े, परंतु सवेरे आनंद पहुंचेगा. നമ്മുടെ ഈ 5ന്റെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ സന്തോഷമല്ല ആനന്ദം. ഇവിടെ 30:5 കറക്റ്റ് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്, ആനന്ദഘോഷം എന്ന് എഴുതിയിരിക്കുന്നത്. രാത്രിയിൽ സന്ധ്യാനേരത്ത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്ത് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, നിങ്ങൾക്ക് സന്തോഷമില്ലായിരിക്കും, നിങ്ങൾക്ക് വിഷമങ്ങളായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, കർത്താവിൻ്റെ ആനന്ദം ഈ സമയം പറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ ടച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് കർത്താവിൻ്റെ ആനന്ദം നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് വരാൻ പോകുന്നു. കർത്താവിൻ്റെ ആനന്ദം
വളരെ പെട്ടെന്ന് കാണുന്നവരുടെ ലൈഫിലോട്ട് ഈ സമയത്ത് വരാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദ ചിരിയെ അല്ലെങ്കിൽ ആനന്ദ കണ്ണീരെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ചിലപ്പോൾ നിങ്ങൾ ഈ വരുന്ന ആഴ്ചകളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുവെന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. और जैसे इस ट्रांसलेशन में आनंद का शब्द इस्तेमाल किया है, पहले ट्रांसलेशन में खुशी इस्तेमाल किया था, परंतु अब इस ट्रांसलेशन में आनंद का शब्द यूज किया है. और वचन में लिखा है कदाचित रात को रोना पड़े. पवित्र आत्मा मुझसे कह रहा है कि इस टाइम हो सकता है आपका समय ये रोने का होगा. आप रो रहे होंगे इस टाइम बैठ के, आपके अंदर आनंद नहीं है, आप रो रहे होंगे, परंतु आगे वचन कहता है सवेरे आनंद पहुंचेगा. इस हफ्ते आपके जीवन में आनंद और आनंद आएगा, क्योंकि परमेश्वर का वचन यही कहता है. നെഹമ്യാവ് 8:10, ബുക്ക് ഓഫ് നെഹമായ ചാപ്റ്റർ 8 വേഴ്സ് 10. ഞാനിപ്പോൾ ഈ തന്നുകൊണ്ടിരിക്കുന്ന വേഴ്സുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇതിൻ്റെ മേളിൽ മനനം ചെയ്യുക, പ്രാർത്ഥിക്കുക. കർത്താവ് ഈ പറഞ്ഞിരിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു. 8:10 നെഹമായ 8:10 എഴുതിയിരിക്കുന്നത്, അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്ന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പിൻ. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറയുന്നു. नेहमाया 8:10 में ऐसे लिखा है, फिर उसने उनसे कहा, जाकर चिकना चिकना भोजन करो और मीठा मीठा रस पियो, और जिनके लिए कुछ तैयार नहीं हुआ उनके पास भोजन सामग्री भेजो, क्योंकि आज का दिन हमारे प्रभु के लिए पवित्र है, और उदास मत रहो, क्योंकि यहोवा का आनंद तुम्हारा दृढ़ गढ़ है. യഹോവാക്ക ആനന്ദ്, കർത്താവിൻ്റെ ആനന്ദമാണ് നമുക്ക് ഉള്ള വിശ്വാസം. ആ ലാസ്റ്റ് ലൈൻ എഴുതിയിരിക്കുന്നു, യഹോവയെങ്കിലെ സന്തോഷം, യഹോവയെങ്കിലെ സന്തോഷം. और आखिरी लाइन में ऐसा लिखा है, क्योंकि यहोवा का आनंद हमारा दृढ़गढ़ है. यहोवा का आनंद हमारा दृढ़गढ़ है. ഈ ആനന്ദം ഞാൻ എത്ര പ്രീച്ച് ചെയ്താലും, നിങ്ങൾ 1,00,000 തവണ ഈ പ്രചാരം കേട്ടാലും, 1,00,000 ആളുകളുടെ അലകലക പാസ്റ്റർമാരുടെ പ്രീച്ചിങ് കേട്ടാൽ, ഈ ആനന്ദം കർത്താവ് യേശു ഇല്ലെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അച്ഛനോ അമ്മയും, ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് അച്ഛനോ അമ്മയോ അനിയനോ കുടുംബക്കാരും കർത്താവിലില്ല. അവർക്ക് ആർക്കും ഈ ആനന്ദം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നു അവരും വരട്ടെ കർത്താവിൻ്റെ രക്ഷയിലേക്ക്. പക്ഷേ ഈ ആനന്ദം, ഞാൻ എൻജോയ് ചെയ്യുന്ന ആനന്ദം, സ്വർഗം എനിക്ക് കിട്ടിയെന്നുള്ള ഷുവർട്ടി കാരണം, ഈ ഭൂമിയിൽ എനിക്ക് അനുഗ്രഹം നിറഞ്ഞ ജീവിതം കർത്താവ് തരുമെന്നുള്ള ഷുവർട്ടി കാരണം ഞാൻ ആ ആനന്ദം എൻജോയ് ചെയ്യുന്നു. और जो परमेश्वर का जो आनंद है वो सिर्फ परमेश्वर ही देता है. आप 1,00,000 बार मेरे इस प्रचार को सुन सकते हैं, या अलग अलग प्रचारकों का प्रचार उठा के सुन सकते हैं आनंद के बारे में, परंतु वो आनंद तब तक नहीं आएगा जब तक पर प्रभु यीशु मसीह आपके जीवन में नहीं होगा. जिस प्रकार परमेश्वर ने मुझे आनंदित किया, मेरे माता पिता को वो सौभाग्य नहीं है कि वो उस आनंद को महसूस कर सके, क्योंकि वो यीशु मसीह को नहीं जानते, परंतु परमेश्वर ने मुझे वो आनंद दिया, मुझे अपना वो दृढ़ गढ़ बनाया कि मेरे को पता है कि परमेश्वर मेरा भरोसा, मेरा दृढ़ गढ़ है, और वो आनंद परमेश्वर मुझे देता है. 2 കൊരിന്ത്യർ, ബിക്കോസ് 2 Corinthians chapter 9, ഞാൻ 3-4 വേഴ്സുകൾ നിങ്ങൾക്ക് തരുന്നത്, ഇത് പ്രാർത്ഥിക്കുക, ഇതിന് മേളിൽ മനനം ചെയ്യുക. 2 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം 7-ാമത്തെ വേഴ്സ് 9-7. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഹിന്ദിയിൽ പറയുന്ന ഹർഷ ദേനവാല എന്ന് വെച്ചാൽ സന്തോഷത്തോടെ കൊടുക്കുന്നവരെ മാത്രം. നിങ്ങൾ ചർച്ചിൽ കൊടുക്കുന്നത്, നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ ഫിസിക്കലി ഇപ്പോൾ ചിലപ്പോൾ ചർച്ച് നടക്കുന്നില്ലായിരിക്കും, കാരണം കേരളത്തിലെ സിറ്റുവേഷൻ എനിക്കറിയാം. പക്ഷേ ഇവിടെ ഞങ്ങളുടെ എല്ലാം നോർത്ത് ഇന്ത്യയിൽ ഫിസിക്കലി ചർച്ച് എല്ലായിടവും നടക്കുന്നുണ്ട്. നിങ്ങൾ ചർച്ചിൽ കൊടുക്കുന്നത്, ഓൺലൈൻ കൊടുക്കുന്നു, സന്തോഷത്തോടെ കൊടുക്കുക, നിർബന്ധം കാരണം കൊടുക്കരുത്. അയ്യോ കൊടുത്തേ പറ്റത്തുള്ളല്ലോ, പാസ്റ്ററിൻ്റെ ഫോൺ വന്ന് അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു, സങ്കടത്തോടെ കൊടുക്കുന്നു. കാരണം കൊടുക്കാനൊരു ഇച്ഛയില്ല, പക്ഷെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേടി കാരണം കൊടുക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. और जब आप कलीसिया में जब अपने भेंट को चढ़ाते हैं, जैसे नॉर्थ इंडिया में तो कलीसियाएं खुल गई हैं, और मैं जानता हूं कि अभी साउथ में अभी भी कलीसियाएं खुली नहीं होंगी क्योंकि महामारी बढ़ता जा रहा है, परंतु नॉर्थ इंडिया में तो कलीसियाएं खुल चुकी हैं. और जब आप अपने भेंटों को परमेश्वर के भवन में लेके जाते हो, तो क्या आप हर्ष के साथ लेके जाते हो, या आप कुड़कुड़ाते हुए लेके जाते हो, या इसलिए देते हो कि अरे पासवान ने मुझे कॉल किया कि आपका दशांश का भेंट आया नहीं, या इसलिए आप देते हो, या खुशी के साथ, हर्ष के साथ परमेश्वर के भवन में देते हो? ആളുകൾ പല പല റീസണിങ് കൊടുക്കുന്നു. ചർച്ചിൽ സെമിത്തേരി സ്ഥലം കിട്ടാൻ വേണ്ടി ദശാംശം കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം അവർ വിചാരിക്കുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാസ്റ്ററോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ എനിക്ക് സെമിത്തേരി സ്ഥലം തരത്തില്ല, അതുകൊണ്ട് കൊടുക്കാൻ, ദശാംശം കൊടുത്തില്ലെങ്കിൽ അതുപോലും. കാരണം പലർക്കും കൊടുക്കാൻ പല പല റീസണുകളുണ്ട്. മലയാളത്തിലൊരു ചന്ദനത്തിരിയുടെ ആഡ് വരും,
കുഞ്ഞിലെ എനിക്ക് ഓർമ്മയുണ്ട് പ്രാർത്ഥിക്കാൻ പല പല കാര്യങ്ങളെന്ന് പറഞ്ഞ്. സോ പ്രേ ചെയ്യാൻ പലർക്കും പല, അതുപോലെ കൊടുക്കാനും പലർക്കും പല. അങ്ങനൊന്നും അല്ല കൊടുക്കണ്ടേ. അല്ലെങ്കിൽ അയ്യോ ഇയാൾ പാവങ്ങളാന്നും പറഞ്ഞു അല്ല കൊടുക്കണ്ടേ. കർത്താവിനെ സ്നേഹിക്കുന്ന കാരണം കൊടുക്കുക. നിങ്ങൾ ജീസസ് കിച്ചന് വേണ്ടിയിട്ട് കർത്താവിൻ്റെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന് വേണ്ടി തരുന്ന സമയത്ത് അയ്യോ പാവം അവർക്കൊന്നുമില്ല, അയ്യോ അങ്ങനല്ല. സന്തോഷത്തോടെ കർത്താവിൻ്റെ പേരിൽ ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നത് കാരണം അതിൻ്റെ കൂടെ ഞാനും എൻ്റെ കുടുംബവും കൂടെ നിൽക്കും, ഞങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കണം. और जब आप देते हो तो खुशी के साथ देते हो या कुड़कुड़ाते हुए देते हो. कई बार मैंने देखा कि लोग कलीसिया में भेंट और दशांश इसीलिए देते हैं ताकि कब्रिस्तान में उनका जो जगह है वो बना रहे. जब वो मरेंगे तो एटलीस्ट उनके लिए जगह वहाँ पे तैयार हो. इसीलिए कुछ लोग अपने दशांश को, भेंट को कलीसिया में देते हैं. और मुझे याद है जब मैं छोटा था तो टीवी में एक ऐड आता था अगरबत्ती का. उसमें लास्ट में ये बोलते थे कि सबके लिए प्रार्थना के लिए अलग अलग विषय होते हैं, इसीलिए वो प्रार्थना करते हैं. तो इसीलिए आप भेंट ना चढ़ाए कि मेरा जगह वहां पे बुक्ड हो इसीलिए मैं भेंट दे रहा हूं, परंतु खुशी के साथ, हर्ष के साथ आप परमेश्वर को दीजिएगा. जैसे आप जीसस किचन के लिए भी जब बोते हैं तो इसलिए मत दीजिएगा अरे अरे ये तो बहुत ही गरीब बच्चे हैं, ये इनके पास कुछ नहीं है, परंतु आप खुशी के साथ दीजिए कि मैं भी जीसस किचन के टीम के साथ मिलके परमेश्वर के नाम के साथ उनको मैं मिलके, मेरा परिवार मिलके उनको खाना खिला रहा है. उस खुशी के साथ आप दे सकते हैं. കമ്പാഷൻ നല്ലതാണ്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ, കാരണം പല പ്രാവശ്യവും ക്രിസ്ത്യാനിറ്റിയിൽ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, എന്നോട് ഇടയ്ക്ക് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു, പാസ്റ്റർ ഹരീഷേ നീ ഡൽഹിയിൽ, കാരണം ഡൽഹിയിൽ തന്നെ വിശ്വാസത്തിൽ വന്നു, ഇവിടെ നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, കർത്താവ് വളരെ അനുഗ്രഹം തന്നു, ഇവിടെ ഇതൊരു ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ഇതാണ് സുവിശേഷ പ്രവർത്തന മേഖല, പുറത്തുനിന്നുള്ളതല്ല അകത്തുനിന്ന് തന്നെ ഭയങ്കര ഗെയിംസ് ട്രിക്സ് നടക്കുന്നത്, നീ രക്ഷപ്പെട്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് അവിടുത്തെ ആളുകളെ പോലും അറിയത്തില്ല. ഞാനിത് പറയാൻ കാരണമെന്ന് വെച്ചാൽ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. और जब आप देते हैं दया के साथ देना भी ज़रूरी है, परंतु खुशी के साथ देना और ज़्यादा ज़रूरी है. मुझे किसी का फ़ोन आया था और उन्होंने बोला कि हरीश अच्छा हुआ तू यहाँ से निकल के नॉर्थ इंडिया चला गया, वहाँ पे तूने यीशु मसीह को स्वीकार किया और वहाँ तू सेवकाई करता है, क्योंकि यहाँ पे तो बहुत सारा पॉलिटिक्स चलता है, बहुत सारे इश्यूज़ यहाँ चलते हैं, और अच्छा हुआ कि तू यहाँ पे उद्धार नहीं पाया, परंतु नॉर्थ इंडिया में जाके तूने यीशु मसीह को स्वीकार किया. मैं क्यों आपको ये बता रहा हूँ, अब मैं कारण बताऊँगा. പല പ്രാവശ്യവും ഇപ്പം നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട്, പാസ്റ്റർമാരോ അല്ലോ ദൈവമക്കളോ സുവിശേഷം പ്രസംഗിക്കുന്നവരോ നല്ല ഡ്രസ്സ് ഇട്ടാൽ, നല്ല മൈക്ക് പിടിച്ചാൽ, നല്ല പാസ്റ്ററിൻ്റെ വൈഫ് ഒരു നല്ല ഡ്രസ്സ് ഇട്ടാൽ വിചാരിക്കും അയ്യോ ഈ പാസ്റ്ററിന് ഒത്തിരി പൈസ ഉണ്ട്, ഇങ്ങേർക്ക് പൈസ കൊടുക്കരുത്, ഈ ചർച്ചിന് പൈസ കൊടുക്കരുത്, ഈ ചർച്ച് ഭയങ്കര പൈസയുള്ള. നിങ്ങളുടെ പാസ്റ്ററിന് വണ്ടി ഉണ്ടായിരിക്കും, നിങ്ങളുടെ പാസ്റ്റർ ചിലപ്പം BMW നടക്കുന്നത്, പ്രൈസ് ലോഡാ. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അദ്ദേഹത്തിനല്ല നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ സന്തോഷത്തോടെ കർത്താവിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കാണ് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ദൈവദാസന് കഷ്ടപ്പെട്ട് വിഷപാത്രം എടുത്തുകൊണ്ട് നടക്കാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അങ്ങേരെ വിഷം എടുത്ത് നടക്കട്ടെ. അല്ല, അങ്ങേരെ ഏറ്റവും നല്ല ഡ്രസ്സ് ഇടട്ടെ, അങ്ങേരെ ഏറ്റവും നല്ല വാഹനങ്ങളിൽ നടക്കട്ടെ, അങ്ങേരെ ഏറ്റവും നല്ല രീതിയിൽ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കട്ടെ, എക്സലൻസിയുടെ കൂടെ പ്രവർത്തിക്കട്ടെ. അപ്പം അത് നമ്മൾ വിശ്വസിക്കണം, വിചാരിക്കണം. അപ്പം ആനന്ദത്തോടെ കൊടുക്കണം. പാവങ്ങൾ എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാർ നടക്കുന്ന പോലെ പൈസ ഉണ്ടായിട്ടും എനിക്ക് ചില രാഷ്ട്രീയക്കാരെ അറിയാം, പുതിയ ഷർട്ട് മേടിച്ചിട്ട് അവരത് കീറിയിട്ട് പിന്നെ അത് സ്റ്റിച്ച് ചെയ്യും പൈസ ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടി, കോടിക്കണക്കിന് അക്കൗണ്ടിൽ ബാലൻസ് കാണും. സോ അങ്ങനെയുള്ള ചെയ്യാൻ നിങ്ങളുടെ സുവിശേഷ പ്രവർത്തകരെ കമ്പൽ ചെയ്യരുത്. ജോയോടെ കൊടുക്കുക, ആനന്ദത്തോടെ കൊടുക്കുക. പുറത്തുള്ള സിറ്റുവേഷൻസ് കണ്ടുകൊണ്ടായിരിക്കരുത് കൊടുക്കുന്നത്. കാരണം ചിലപ്പോൾ പുറത്ത് നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആക്കും അവരുടെ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ ജഡ്ജ്മെന്റ് സ്പിരിറ്റോടുകൂടെ കൊടുക്കരുത്. പ്രൈസ് ലോർഡ്. ബൈ ബൈ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കാണുക അടുത്ത എപ്പിസോഡിൽ. നമുക്ക് അങ്ങോട്ട് ഇനിയുള്ള ആത്മാവിൻ്റെ ഫലത്തിനെ കുറിച്ച് പഠിക്കാം. ബൈ ബൈ.